ഹായ് ബെസ്റ്റി. ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ആൾക്കാരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെ. ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ പറയും നിനക്ക് വേണ്ടി എന്തും ചെയ്യും, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദേ വിൽ സേവ് us, right? ഐ മീൻ വി ഓൾ സേ ദാറ്റ്. നമ്മൾ ചോദിക്കും, നമ്മളിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സോടെ പറയും, ഓ നിനക്ക് വേണ്ടി എന്തും ചെയ്യും, യു ആർ മൈ ബിഗ്ഗസ്റ്റ് പേഴ്സൺ. ബട്ട് ഡു വി ഡു എന്തും ഫോർ ദാറ്റ് ബെസ്റ്റ് ഫ്രണ്ട്? നമ്മൾ ചെയ്യാറുണ്ടോ ശരിക്കും? നമ്മളിപ്പോ എന്തെങ്കിലും അവർക്കൊരു ആവശ്യം ഡു വി ഡു എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ള ഒരു വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടോ? ഐ ഡോണ്ട് നോ, എന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല. ബട്ട് നിങ്ങൾ അങ്ങനെ ഒരാളാണ്. ഇനി നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിലും അല്ലെങ്കിലും ദർ ആർ ടു ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരുടെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു കെ ഡ്രാമ. ഇറ്റ് ഇസ് എ നെറ്റ്ഫ്ലിക്സ് കെ ഡ്രാമ. ഇത് നവംബർ 7th 8 എപ്പിസോഡ് ഫുൾ എയർഡ് ആയിരുന്നു. ഒരു ത്രില്ലർ ഇതായിട്ടായിരിക്കും. ഒരു ത്രില്ലർ മിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ത്രില്ലർ. പിന്നെ അവിടെ ഇവിടെ കുറച്ച് മിസ്റ്ററീസ് ഒക്കെ ഉണ്ട്. ഒരു ഫൺ ആയിട്ടുള്ള ഒരു ഡ്രാമ ആണിത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി സ്റ്റോറി. സോ ഇമാജിൻ നിങ്ങളൊരു ഭയങ്കര അബ്യൂസീവ് ഹൗസ് ഹോൾഡിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങളുടെ വീട് ഭയങ്കര അബ്യൂസീവ് ആണ്. കുഞ്ഞിലേ തൊട്ടേ യുവർ ഡാഡ് എന്താണ് മാമനെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സോ അതിനുള്ള ട്രോമയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ലൈഫിൽ ജീവിച്ചോണ്ടിരിക്കുന്ന ആണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഞാൻ ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. മെയിൻ ക്യാരക്ടറായ ഈ ഒരു കുട്ടി. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എപ്പോഴും അബ്യൂസീവ്, എപ്പോഴും ഭയങ്കര തല്ലുപിടുത്തം, എന്താ അച്ഛനമ്മയെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുക, അങ്ങനെ ഒരു അബ്യൂസീവ് ഹൗസ് ഹോൾഡിൽ നിന്ന് വളരെ ചെറുപ്പം തൊട്ട് വന്നതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാൾ. ഓക്കെ, ഞാനല്ല. അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ അത്രയും ഒരു ഹൗസ് ഹോൾഡിൽ വളർന്നുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഒരുപാട് ട്രൗമാസ് ഉണ്ട്. ചെറുതിലെ തൊട്ട് തന്നെ ഭയങ്കര ഒരു അഡൽട്ട് ആവേണ്ടി വന്നു കുട്ടിക്ക്. കാരണം അവർക്കൊരു ബ്രദർ ഉണ്ട്. ആ വഴക്കുണ്ടാകുമ്പോഴൊക്കെ ആണെങ്കിലും ആ ബ്രദറിനെ ദിസ് ഗെയിം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ അഭ്യാസ ഹൗസ് ഹോൾഡ് നടക്കുന്ന പോലെ എന്താ ലൈക്ക് ആ കുട്ടീനെ അതിനകത്തൊരു വ്യക്തമാക്കണ്ട എന്നുള്ളൊരു ഫേസില് വേണ്ടി ആ ഒരു കുട്ടി എന്താ ചെറുപ്പം തൊട്ട് തന്നെ വലുതായി എന്ന് തന്നെ പറയാം. അങ്ങനെ എന്താ ആ കുട്ടിയുടെ ഒരു ആഗ്രഹം ലൈക്ക് ആ വീട്ടിൽ നിന്ന് പോയി നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ച് ആ സിറ്റി വിട്ട് പോകും, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഹൈസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആണ് ആദ്യമായിട്ട് ഈ ബെസ്റ്റ് ഫ്രണ്ടും ഈ കുട്ടിയും തമ്മിൽ മീറ്റ് ചെയ്തു. സോ ഒബ്വിയസ്ലി അവര് കണ്ടപ്പോൾ തന്നെ ഈ ബെസ്റ്റ് ഫ്രണ്ട് അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടിക്ക് എന്താ ഒരു വലിയൊരു ട്രോമ ഉണ്ടായിരുന്നു ഹൈസ്കൂളിൽ വരുമ്പോഴത്തേക്ക്. കാരണം ഈ കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ജനലിന്റെ അവിടെ ഇങ്ങനെ അവളുടെ മദർ ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കുമായിരിക്കും. സോ ഇത് അവർക്കൊരു ഭയങ്കര ട്രോമ ആയിരിക്കും. കാരണം ഇതെല്ലാം ഫാദർ കാരണം സംഭവിക്കുന്നതാണ്. ബട്ട് ഷീ ക്യാൻ ഡു എനിത്തിങ്, റൈറ്റ്? അവർക്ക് അവളുടെ ഫാദറിനെ ഡിഫെൻഡ് ചെയ്യാനോ അങ്ങനെ ഒരു ഒന്നും അവർക്ക് പറ്റില്ല. ബിക്കോസ് ഷീസ് എ കിഡ്. ഓൺലി വേ അവളുടെ ഒരു വേ എന്താ, ഓൺലി വേ ഇസ് ടു എസ്കേപ്പ്. അവർക്ക് എസ്കേപ്പ് ആവുക, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ കുട്ടി എന്താ ഈ സ്കൂളിലൊക്കെ ആരെങ്കിലും ജനറൽ സൈഡിലിരിക്കുന്ന ആളുടെ ഭയങ്കര ട്രോമ അടിക്കും ഇത് കൊടുക്കുമ്പോൾ. അപ്പൊ അവരെ വലിച്ചിട്ട് മാറ്റി അവിടെ മാറി നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു ട്രോമാറ്റിക് ലൈഫ് ലൈനിൽ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തത്. അങ്ങനെ ഇവള് എന്താ സ്വന്തമായിട്ട് എന്താണ് സെൽഫ് എലാവ് ചെയ്യാൻ വേണ്ടി അവളൊരു ഓഷ്യനിൽ പോകും. അപ്പോഴത്തേക്കും ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളെ സേവ് ചെയ്യും. എന്നിട്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടൊരു മാർക്ക് എന്താവും, ഒരു ഇഞ്ചുറി ഒക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലൈഫാണത്. ഓക്കെ, ഇറ്റ്സ് എ ബെസ്റ്റ് ഫ്രണ്ട്. നല്ലൊരു എന്താ പറയാ, അവരെല്ലാം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ നമുക്ക് ഈ ഹൗസ് ഹോൾഡ്, ഈ ഒരു അബ്യൂസീവ് ഹൗസ് ഹോൾഡ് വളർന്നു വന്നുകൊണ്ട് നമുക്ക് പറയാം മറ്റു കുട്ടിയുടെ ഏറ്റവും കൂടുതലുള്ള ട്രോമ ഒരു അബ്യൂസീവ് ഹൗസ് ഹോൾഡിലോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് റിലേഷനിലോ ആവുന്നതോ തന്നെയാണ്. അങ്ങനെ ഇപ്പം എന്താ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലാണ് നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ വർക്ക് ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷൻ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറിനുണ്ട്. ഒരുപാട് സാധനങ്ങൾ സോൾഡ് ചെയ്യാറുണ്ട്. ഒരുപാട് മില്ലനേഴ്സ് ഒക്കെ വന്നിട്ട് ഉള്ളൊരു വൺ ഓഫ് ദ റെപ്യൂട്ടഡ് എംപ്ലോയി തന്നെയാണ് അവിടുത്തെ നമ്മുടെ വൺ ഓഫ് ദ ആള്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവള് ഒരു ദിവസം ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ മീറ്റ് ചെയ്യാം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ചിട്ട് പറയാം. സോ അങ്ങനെ ഒരു ഡേറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി നിൽക്കുക. അവളും അങ്ങനെ ഡേറ്റ് പ്ലാൻസിൽ അന്ന് വരില്ല. ഓക്കെ, ഇനി നമ്മൾ ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സൈഡ് എടുക്കുവാണെങ്കിൽ ഷീസ് മാരീഡ്. അവള് മാരീഡ് ആയതാണ്. അവളൊരു ചിൽഡ്രൻസ് ബുക്ക് ഓതറാണ്. നമ്മൾ ഈ പിള്ളേരുടെ ബുക്ക് ഉള്ള ഓതർ, ഷീസ് എ ചിൽഡ്രൻസ് ബുക്ക് ഓതർ. അപ്പോൾ ഇവള്
ഇവളും നല്ലൊരു ലൈഫിൽ ഇരിക്കുന്നു, ഇവർ രണ്ടുപേരും നല്ല ലൈഫ് ജീവിക്കുന്നു. അപ്പൊ അങ്ങ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവള് പറയും ഇല്ല ഞാൻ വരുന്നില്ല, എനിക്കൊരു എമർജൻസി വന്നു എന്ന് പറയും. പക്ഷെ ഇവള് കുറേ നാളായി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇറ്റ്സ് ബീൻ സോ ലോങ് യുനോ. അപ്പൊ അങ്ങനെ ഇവക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഒരു എമർജൻസി കോൾ വരും. ഇവള് ഡിപ്പാർട്ട്മെന്റിൽ പോകും. അവിടെ പോകുമ്പോഴത്തേക്കും ഒരു ലേഡി നിലത്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ ലേഡിയുടെ ഡ്രസ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും അവർ അബ്യൂസീവ്ഡ് ആണ്, ബട്ട് ദേ ആർ റിച്ച്. അപ്പത്തേക്കും ഇവള് ഇവക്ക് ഭയങ്കര ആ ഒരു ട്രോമ വരും. അപ്പൊ ഇവള് ഭയങ്കര പേടിക്കും. എന്താ പറയാ, ലൈക്ക് നമ്മള് പേടിച്ചൊരു സാധനമാണല്ലോ ഇപ്പൊ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. സോ ഒബ്വിയസ്ലി അതിലൊരു ഒരു നോട്ട് സോ ഗുഡ് സിറ്റുവേഷനിൽ അവൾ വരും. ഓക്കെ, അപ്പൊ ഇവക്ക് വരുന്നത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആളെന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് മണിയുണ്ട്. സോ അവൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. അപ്പൊ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അവളെ ഡ്രസ് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. എന്നിട്ട് ഈ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയും, എന്താ എന്തെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളൊന്ന് ഒറ്റക്കൊരു മുറി കിട്ടാൻ വേണ്ടി പറയും, ഞാൻ എന്താണ് മാഡത്തിന്റെ ഷൂ എടുക്കാം, സൈസ് എനിക്ക് വേണം എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും ഓക്കെ എന്നാൽ ഞാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വരെ വേണ്ട, നിന്റെ ഷൂ സൈസ് ഞാൻ പറഞ്ഞു കൊടുത്താലും അവളെ വിളിച്ചോണ്ട് പോയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കര സെയിൽ നടത്തും, അതും അവളുടെ പേരിൽ. അപ്പം അത് ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു പേരാണ്. ബട്ട് സീരിയസ്ലി അവർക്ക് ആ ഒരു ഇമേജ് അവളുടെ മനസ്സിൽ നിന്ന് അവർക്ക് കളയാൻ പറ്റിയിട്ടില്ല. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ അവളെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും. കാരണം കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളെ ഒരു വുമനെ കാണുന്ന ഒരു അത്ര സിറ്റുവേഷനിൽ. കാരണം ഹസ്ബൻഡിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഈസ് പവർഫുൾ. അങ്ങനെ കണ്ടുവരുവാണ്. പക്ഷെ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്ന കുറെ നാളെ. അപ്പൊ അങ്ങനെ ഒരു സങ്കടത്തില് ഇവള് അവളുടെ വീട്ടിലോട്ട് ചെല്ലും. അങ്ങനെ വീട്ടിലോട്ട് ചെന്ന് ഇവള് വിളിച്ചിട്ടൊന്നും എന്തായാലും ഫോൺ എടുക്കുന്നില്ല. ഓക്കെ, എന്ത് ചെയ്താലും ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ അവള് അതെന്താ ഫോൺ എടുക്കാത്ത പറഞ്ഞ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൊറിയർക്കായി വന്ന് കൊറിയർ കൊടുക്കും. അപ്പത്തേക്ക് ഇവള് ഇത് എടുക്കാൻ വേണ്ടി ഇവള് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവള് വേഗം തന്നെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവളുടെ ബോഡിയിൽ ഫുള്ള് ബ്രൂസസ്, ഭയങ്കര പാട്, അവളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തല്ലിട്ടൊക്കെ ഒരു പാടില്ലേ, അതൊക്കെ അവളുടെ മീത്ത് അവളിങ്ങനെ കാണും. അപ്പൊ അവളിങ്ങനെ ഭയങ്കര സ്തംഭിച്ചു പോകും. കാരണം ലൈക്ക് അവളിങ്ങനെ സ്റ്റോഴ്സിൽ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ആൾ കണ്ടില്ലെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ, അവളെ ഒരു സോൾമേറ്റിന് അങ്ങനെ ഒരു കാര്യം വരുമെന്ന് അവൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊരു ഭയങ്കര ഷോക്കാവും ഈ പുള്ളിക്കാരിക്ക്. അപ്പൊ ഇവള് പറയും എന്തിനാ നീ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധാരണ പോലെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവള് പറയും നീ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ വീട്ടിലെ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറയും. സോ ഹെർ ഹസ്ബൻഡ് ഈസ് റിയലി അബ്യൂസീവ്. ഒരു ചിൽഡ്രൻസ് ബുക്ക് ഓതറായിരുന്ന അവളെ പിന്നെ പെയിന്റ് ചെയ്യാനോ ബുക്ക് എഴുതാനോ ഒന്നും സമ്മതിക്കാതെ അവളെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ലൈക്ക് പുള്ളിക്കൊരു എൻജോയ്മെന്റ്, അതാണല്ലോ ശരിക്കും അബ്യൂസീവില് നടക്കുക. സോ ലൈക്ക് ആ എൻജോയ്മെന്റില് അവളെ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തല്ലും, പാട്ടൊക്കെ വെച്ച് തല്ലും. അതൊക്കെ നെയ്ബേഴ്സ് ഭയങ്കര ഇറിറ്റേഷൻ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു എക്സ്റ്റെന്റ് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഇവള് ഭയങ്കര വിഷമിച്ച് വീട്ടിൽ പോകും. അവള് ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്, ടെക്വോണ്ടോ. കാരണം അവളെ തന്നെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ ഒരാൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി മാർഷൽ ആർട്സ് ഇസ് ഗുഡ്, റൈറ്റ്? അങ്ങനെ ഒരു മാർഷൽ ആർട്സും കൂടെ അവള് പഠിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവളൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ക്ലയന്റിലും ഒരു എല്ലാവരും അടിപൊളി ബാക്ക് സ്റ്റോറി ഉണ്ട്. നിങ്ങൾ ആ ഒരു സീരീസ് കാണാൻ പറയും. ഞാൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി. സോ അങ്ങനെ ഇവള് അയാളായിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അവള് കാണും ഇന്ന് രാവിലെ അവളുടെ സ്റ്റോറിൽ വന്ന, അല്ലെങ്കിൽ ഇന്നും കണ്ടും വന്ന് സ്റ്റോറിൽ വന്ന് ആ പുള്ളിക്കാരി ഒരു വിൻഡോയിൽ നിന്ന് ചാടി മരിച്ചു. സോ വിൻഡോ ഓൾറെഡി നമ്മുടെ ആൾക്ക് ട്രോമ ഉണ്ട്. സോ ഇതും കൂടെ കാണുമ്പോഴത്തേക്കും അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഓർമ്മ വരും, അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. ഇവള് ചെല്ലുമ്പോഴത്തേക്കും ഇവളും വിൻഡോയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. വീടും തുറന്ന് വിൻഡോയിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവളിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. പറയും എനിക്ക് ഇനി ജീവിക്കണ്ട, എനിക്ക് ലൈക്ക് ഞാൻ അയാളുടെ കൈ കൊണ്ട് എന്തായാലും മരിക്കില്ല, ഐ എം ഡൺ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും അവള് പറയും നീ എന്തിനാ മരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പത്തേക്കും അവൻ പറയും ഇയാളെ നമുക്ക് മനസ്സിലായി അങ്ങനെ പറയും. കാരണം ഈ ഐഡിയ കിട്ടുന്നത് ഇവളുടെ ഒരു ക്ലയന്റ് പറയുമ്പോഴത്തേക്കും പറയും എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ അബ്യൂസ് ചെയ്യുന്നത്, ആൾക്കാർ അബ്യൂസ് ചെയ്യുന്നേരെ നമ്മള് കളയണം എന്നുള്ള രീതിയിൽ. സോ അതിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നത്. അങ്ങനെ ഇവളോട് പറയും. പക്ഷെ ആദ്യമുള്ള ബെസ്റ്റ് ഫ്രണ്ട് റെഡി ഒന്നും അല്ലായിരിക്കും. അഫ്കോഴ്സ് ലൈക്ക് യുനോ ഒരാളെ അങ്ങനെ ഇല്ലാണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മള് ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മളൊരു 100-110 അഫക്ഷൻ ആണ് ചിന്തിക്കും അല്ലെ. അങ്ങനെ അവള് കുറെ ചിന്തിച്ചതിന് ശേഷം അവള് ഇതിന്റെ ഇടയ്ക്ക് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ചെന്നതിന് ശേഷം അവള് പറയും യെസ് എന്ന് പറയും. സോ എന്നിട്ട് ഇവർ രണ്ടുപേരും ബേസിക്കലി അവരൊരുപാട് പ്ലാനിങ്ങിനൊക്കെ ശേഷം ഇയാളെ വലിയൊരു പ്ലാനിങ് ഉണ്ടായതിന് പുറകിൽ അതൊക്കെ ഒരു എപ്പിസോഡിൽ എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിലൊരു മെയിൻ പാർട്ട് ബ്രീഫായിട്ട് പറയുന്നത്. സോ ആ ഒരു വലിയ പ്ലാനിങ്ങിൽ ഇയാളെ പോലത്തെ വേറൊരാളെ കൊണ്ടുവന്ന് റിപ്ലേസ് ചെയ്ത് ലൈക്ക് ഇറ്റ്സ് റിയലി കോംപ്ലിക്കേറ്റഡ് കാണുമ്പോൾ തോന്നില്ല, പക്ഷെ പറയുമ്പോൾ എനിക്ക് ഞാൻ തോന്നും.
ആൻഡ് എന്താണ് അയാളെ ഇങ്ങനെ കൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ അവര് ആക്കി എന്താ ഈ ഒരു ഫോറസ്റ്റില് എവിടെയോ കൊണ്ട് ഡംപ് ചെയ്യും. ഇത് ഡംപ് ചെയ്യാൻ വേണ്ടി ഇവര് രാവിലെ പോയി കുഴിച്ച് വൈകുന്നേരം ഒക്കെയാണ് സംഭവം നടക്കുന്നത്. ബട്ട് എന്താ ലൈക്ക് ഇയാള് ഇവരുടെ ഫോണിൽ ട്രാക്കർ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഹി നോ വെയർ ഈസ് ഷീ ഗോയിങ്, എവിടെ പോകും എന്നുള്ള കാര്യത്തിനൊക്കെ ഇയാൾക്ക് നല്ലൊരു ബോധമുണ്ട്. അയാൾ ഇത് കാണുകയും ചെയ്യും. ബട്ട് അയാൾ വർക്ക് ചെയ്ത തിരക്കൊണ്ട് ഇത് ശ്രദ്ധിച്ചിട്ടില്ല. സോ എന്തായാലും എല്ലാ ക്യാരക്ടേഴ്സിനും ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ ആ ഒരു ക്ലൈന്റിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ബേസിക്കലി ഒരു അത് കഴിഞ്ഞിട്ട് വേറെ വിഷയങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു ഡൂപ്പിനെ വെച്ച കാര്യമൊക്കെ പറഞ്ഞു. അയാളെ തൊട്ടി പിന്നെയും എന്താ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട്. അതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ ആ സീരീസിന്റെ സ്റ്റോറി പറയുന്ന പോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്പോയിലേഴ്സ് ഞാൻ പറഞ്ഞു തരേണ്ടി വരും. പിന്നെ ലൈക്ക് ആഫ്റ്റർ എന്താണ് അയാളുടെ ഡൺ വിത്ത് ജോബ്, അത് കഴിഞ്ഞിട്ട് ഇവര് പാർക്കിലും ബീച്ചിലും അവർക്ക് അന്ന് പോകാൻ പറ്റാത്ത കുറെ സാധനങ്ങളും അവളെ ഹൗസ് ക്ലീൻ ചെയ്യും. ട്രോമാറ്റിക് ആയിട്ടുള്ള ആ മ്യൂസിക് ബോക്സ് അതൊക്കെ അവളെടുത്ത് കളഞ്ഞാൽ പറഞ്ഞില്ലേ പാട്ട് വെച്ചിട്ട് അത്. പിന്നെ എന്താ ഒരുപാട് പാർക്കിലും ബീച്ചിലൊക്കെ എൻജോയ് ചെയ്യാൻ പോകും. ആ ഒരു ഡേ തന്നെ ഒരു എൻജോയ്മെന്റ്. ലൈക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ കൈൻഡ് ഡിസർവ് ഇറ്റ്, റൈറ്റ്? ബട്ട് ഇറ്റ് വാസ് ഓൺ ഈസി ഡിസിഷൻ. വേറൊരാൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ബട്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കിയത് ആ ഒരു റിപ്ലേസ്മെന്റ് ആണ്. കാരണം പെട്ടെന്ന് ഒരാളെ കൊല്ലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ആൾക്ക് എന്താ ഡൊമസ്റ്റിക് വയലൻസ് റിപ്പോർട്ട് ചെയ്തുകൂടെയെന്ന്. ബട്ട് ഷീ വെന്റ് ടു റിപ്പോർട്ട് ഡൊമസ്റ്റിക് അബ്യൂസ്. പക്ഷെ ഈ ഹസ്ബൻഡിന്റെ ഫാമിലി അത്യാവശ്യം നല്ല ഹോൾഡ് ഉള്ള ആൾക്കാരാണ്. ദേ ആർ റിച്ച്. അമ്മ ഒരു പ്രൊഫസറാണ്, കാര്യത്തിൽ ഒരു പോലീസാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഇവളെ പൊസിഷൻ വെച്ച് കാണും. ഡൊമസ്റ്റിക് അബ്യൂസ് വന്നിട്ട് ഇവളോട് ഇങ്ങനെ പറയും വീട്ടിലെ കാര്യം വീട്ടിൽ തീർക്കണം. അവളിങ്ങനെ ഒരു ഫ്രണ്ടിന്റെ പെർസ്പെക്റ്റീവ് പറയും. എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാന്ന് ഇത് പറയും. അതൊക്കെ ഫ്രണ്ടിനോട് പറ ഫ്രണ്ടിന്റെ കാര്യം വീട്ടിൽ തന്നെ വെച്ച് തീർക്കണം, ഇങ്ങനെ പുറത്തൊന്നും വെച്ചിട്ടല്ല തീർക്കണ്ടേ. ലൈക്ക് ഷീ നോ ഇത് ഫ്രണ്ടിന്റെ കാര്യമല്ലെന്ന്. ബട്ട് സ്റ്റിൽ ഷീ സെഡ് ലൈക്ക് ദാറ്റ്. അപ്പൊ അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിട്ടില്ല. സോ ബേസിക്കലി ഇത് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്. എല്ലാ പ്ലോട്ടും അടിപൊളിയാണ്, സ്റ്റോറി അടിപൊളിയാണ്. ആ ഒരു 8 എപ്പിസോഡ് ഐ തിങ്ക് ആ ഒരു ഡ്രാമ ആണെങ്കിൽ 12 എപ്പിസോഡ് വെച്ചാലും ദർ ഈസ് സ്റ്റോറി ഫോർ ഇറ്റ്. ബട്ട് ഒരു ബോറിംഗ് ഒന്നുമില്ല. ദിസ് ഇസ് ദ സ്റ്റോറി ലൈൻ. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് ദിസ് ഡ്രാമ. ഇതുപോലെ ഒരുപാട് സിമിലർ സ്റ്റോറി ലൈനിലുള്ള ഒരുപാട് ഡ്രാമാസ് ഉണ്ട്. ബട്ട് ദിസ് ഈസ് സ്പെഷ്യൽ വൺ ബിക്കോസ് two best friends. Hey man. So ഇത് എന്താ പറയാ, ഒരു ജെൻസി വ്യൂ പോയിന്റ് നോക്കുവാണെങ്കിൽ he kind of deserve it. I'm not gonna say no. എന്റെ ഒരു തോട്ട് അതായിരുന്നു. But I'm not saying I support it, okay? Obviously is not good. It's bad, നമ്മള് അങ്ങനെ ഒരു മനുഷ്യൻ വേറെ മനുഷ്യന്റെ ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്, ഓക്കെ? ബട്ട് ഇറ്റ്സ് എ മൂവി ഡ്രാമ, whatever that is. It's for entertainment purpose അല്ലേ? So watch it. Don't take notes. Okay? This is not something നമ്മൾ നോട്ട് എടുക്കേണ്ടതല്ല. I mean, ഹെൽപ്പ് ചെയ്യണം, ബട്ട് don't take notes. Yeah. സോ ഇനി നമുക്ക് പ്ലോട്ടിലോട്ട് പോവാം. ലൈക്ക് ആരൊക്കെയാണ് ആക്ട് ചെയ്തെന്നുള്ളത്. സോ ഷീ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ ഷോ. മെയിൻ ക്യാരക്ടേഴ്സ് ഇപ്പൊ ഒന്നല്ല രണ്ടുണ്ട്. ബിക്കോസ് സ്റ്റോറി ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന അബ്യൂസീവ് ഹൗസ് ഹോൾഡിൽ നിന്ന് ലീഡ് ചെയ്തു വന്ന നമ്മൾ പറഞ്ഞ ക്യാരക്ടർ. നെയിം ഞാൻ കൊടുക്കാം ബിക്കോസ് ഞാൻ കൈൻഡ് ഓഫ് ഫോർഗെറ്റ് ദ നെയിം. ജോൺസോമി, that is the name I think. If it's wrong, ഞാൻ കൊടുത്തേക്കാം. And this is the best friend who is always playing. എന്ന് വെച്ചാൽ അബ്യൂസ് പെടുന്ന ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അബ്യൂസ് പെടുന്ന ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇത് ക്യാരക്ടേഴ്സ് പെടുന്ന ലീനുമി. നമ്മുടെ സ്ക്വിഡ് ഗെയിമിലൊക്കെ ഷിവാസിൻ സ്ക്വിഡ് ഗെയിം, മിസ്റ്റർ പ്ലാങ്ക്ടൺ, വണ്ടർഫുൾ സീരീസ് അതിലുണ്ട്. പിന്നെ ഇതാണ് ഇവളുടെ ഹസ്ബൻഡ്. ഓക്കെ, ഈ പുള്ളിക്കാരനാണ് ഇവളെ അബ്യൂസ് ചെയ്തത്. ഈ പുള്ളിക്കാരനും വളരെ അടിപൊളിയായിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് പുള്ളി ഇങ്ങനെ സ്ക്രീനിൽ വരുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു that because he done the job right. Okay, hate the character, not the person. അങ്ങനെയല്ലേ?
അങ്ങനെയാണ്. സോ ഹേറ്റ് ദ ക്യാരക്ടർ ഒക്കെ. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ മീറ്റ് ദ ക്ലയന്റ്. ഈ ക്ലയന്റിൽ ഒരു നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇത് നിങ്ങൾ ആ ഡ്രാമ കാണണം, ആ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇയാളുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇയാളിൽ നിന്നാണ് നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഐഡിയാസ് കിട്ടുന്നത്. സോ ഹി ഓൾസോ പ്ലേ വെരി വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റോൾ ഐ ക്യാൻ സേ. പിന്നെ നിങ്ങളിത് കാണുമ്പോഴത്തേക്കും യു വിൽ ഫീൽ ടെൻസ്ഡ് ആൻഡ് എവറിത്തിങ്. നമ്മളിത് എങ്ങനെ ടേൺ ഔട്ട് ചെയ്യുന്നുള്ളൊരു ഓൾ ഓവർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താ, ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ വെരി മസ്റ്റ് വാച്ച് ഡ്രാമ. ഇപ്പൊ നിങ്ങൾ എന്നെ പോലെ ഒരു കെ ഡ്രാമ ക്രേസ് ഫാൻ ആണ്, യു ലവ് ത്രില്ലേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് തിങ്. ഫസ്റ്റ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ത്രില്ലർ തന്നെയാണ്. പിന്നെ എന്നെ പോലെ ഒരുപാട് കെ ഡ്രാമാസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ഡെഫിനറ്റ്ലി ഫോളോ മീ, ലൈക്ക് കോമെന്റ് ദ വീഡിയോസ്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്താ ഒരു പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ സജഷനിലുണ്ട്, നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ വേണമെന്ന് തോന്നുന്നെങ്കിൽ ഡു കമന്റ് ദാറ്റ് സീരീസ് ഓൾസോ. അത് വാച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യാം. പിന്നെ ഒരുപാട് സീരീസ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്, അതിനോ ഒരുപാട് വണ്ടർഫുൾ കേരളംസ് ഇറങ്ങുന്നുണ്ട്. മാനിപ്പുലേറ്റഡ്, പിന്നെ ഇൻസ്റ്റർ ഇൻകോഗ്നിറ്റോ, വണ്ടർഫുൾ സീരീസ്. പിന്നെ പിന്നെന്താ ഡിയർ എക്സ്, കുറെ ഉണ്ട്. പിന്നെ ഇറ്റ് വെൽക്കം ടു ഡെറി അത് ഇറങ്ങുന്നുണ്ട്, ദാറ്റ്സ് ഇംഗ്ലീഷ് സീരീസ്. പിന്നെ ഇനി ഇറങ്ങാൻ ടാക്സി ഡ്രൈവർ 3. ഇഷ്ടം പോലെ സാധനങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇയർ ആണ്. ബിക്കോസ് എനിക്ക് ഇത് കുറെ ഒന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് ഐ വാസ് ഇൻ മിഡിൽ ഓഫ് എക്സാം. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ബട്ട് ഞാൻ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഐ വിൽ പോസ്റ്റ് എവറി ഓവർവ്യൂ ഫോർ യു ഗൈസ്, ഫോർ യു ബെസ്റ്റീസ്. ഐ വിൽ ഡു ഇറ്റ്. ഞാനിപ്പോ നിങ്ങൾ എന്നെ പോലത്തെ ഒരു കേരള കാണുന്ന ഒരാളാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ബിക്കോസ് യു ആൻഡ് ഐ ബോത്ത് നോ വി ലവ് കെ ഡ്രാമാസ്, റൈറ്റ്? സോ യു നീഡ് മീ ബെസ്റ്റ്, യു നീഡ് മീ. മലയാളത്തിൽ ഇങ്ങനെ റിവ്യൂ കേൾക്കണമെങ്കിൽ യു നീഡ് മീ. യാ, സോ ഡു ഫോളോ മീ. പിന്നെ ആസ് ഐ സൈഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിട്ടതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. വാട്ട് എവർ യു ഫീലിംഗ്, കമന്റ് ഓൺ ബെസ്റ്റീസ്, ബിക്കോസ് വി ആർ ബെസ്റ്റീസ്, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതുപോലെ വണ്ടർഫുൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സീരീസിന്റെ ഒക്കെ ആയിട്ട് ഓവർവ്യൂ ആയിട്ട് സീ യു അനദർ ഡേ, അനദർ സ്റ്റോറി. ബൈ.